ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങുന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിലെത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാൻവിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ തനിച്ച് തിരുപ്പൂർ വരെ യാത്ര ചെയ്യാൻ പോകുന്നത്. ഷൊർണൂർ ടു കാലിക്കറ്റ് ആയിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തനിച്ചുള്ള യാത്ര. അത് വന്ദേ ഭാരതിനായിരുന്നു. 1 hour കൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത്രത്തോളം എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇതൊരു 5-6 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനിപ്പം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി സൈഡ് ലോവർ സീറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഉപകാരപ്പെട്ടു കേട്ടോ. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴേ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീ റൈസും സോയാബീൻ ഫ്രൈ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. ഫുഡ് കഴിച്ച് ഞാനും ജാൻവിതേ ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ബട്ട് എനിക്കിങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. AC കോച്ച് ആണെങ്കിൽ പോലും നമ്മൾ തനിച്ചുള്ള യാത്രയാണല്ലോ. സോ മുൻകരുതലുകൾ എപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. വാളയാറ് കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. കോട ഇറങ്ങിയിട്ട് മല പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈവനിങ് ആയപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പഴംപൊരി വാങ്ങിച്ചു. ഒരെണ്ണം ഞാൻ കഴിച്ചു. ബട്ട് ജാൻവി ഇതേ കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവളെ കയ്യിൽ നിന്ന് താഴെ വീണുകൊണ്ട് തന്നെ പിന്നെ കഴിച്ചില്ല കേട്ടോ. ഒരു 5:15 കൂടി തന്നെ നമ്മൾ തിരുപ്പൂർ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഏട്ടൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 4:30 എത്തുന്ന ട്രെയിൻ ആയിരുന്നു. ബട്ട് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഗൈസ്. ഈ ഒരു ടൈം ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. AC കോച്ചിൽ ഇരുന്നിട്ടായിരിക്കും അത്ര തണുപ്പെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അതല്ല ഗൈസ്, പുറത്തും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിലോട്ടാണ്. അങ്ങനെ ഷോപ്പിലെത്തി ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കടയിൽ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഈവനിങ് ഇവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ നമ്മളായിരുന്നേ. ഫുഡെല്ലാം ഒന്ന് റെഡി ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടം പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഫേവറേറ്റ് ആണ് പൂരി. ആക്ച്വലി നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബട്ട് അത് റെഡി ആവാത്ത സ്ഥിതിക്ക് പിന്നെ എനിക്ക് അത്രത്തോളം ടൈം കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടും ഉണ്ടായിരുന്ന ചപ്പാത്തിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടെ ഒരു കാര്യം കണ്ട് ഞാൻ വണ്ടടിച്ചു പോയി. ഞാൻ ആദ്യമായിട്ട് കാണാണ് ചപ്പാത്തിക്ക് തൈര് ചപ്പാത്തിയുടെ കൂടെ തൈര് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളും ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണുന്നുണ്ടാവുക. ബട്ട് ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ തൈരും ചപ്പാത്തിയുമായിട്ടുള്ള കോംബോ. ഞാൻ ചപ്പാത്തി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഏട്ടനോടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പൊടി ഇഡ്ഡലിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആള് മാലയിട്ടത് മറന്നു പോയിട്ടാണോ എന്നറിയില്ല. സ്പൂണിൽ എനിക്കിത് ഇഡ്ഡലി വെച്ചിരുന്നുണ്ട്. ബട്ട് ഞാൻ കഴിച്ചതിൽ സ്വാമിക്ക് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് നല്ല കോൾഡാണ്. സോ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നാണ് ആളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പം എൻ്റെ അഭിപ്രായം കേട്ടല്ലോ. നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളിത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇയാൽ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഐ ഡോണ്ട് നോ ദ കറക്റ്റ് പ്രൊനൗൺസ്. YIAL. ഓക്കെ. ദെൻ നേരെ ഷോപ്പിലെത്തി. അപ്പോഴത്തേക്കും ജാൻവിക്കുട്ടി ഇതേ ഇവിടെ ഭയങ്കര വർക്കിലാണേ. മാഡം മെഷർമെന്റ് എടുക്കുകയാണ്. 2 പെന്നില്ല, 1 പെന്ന് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ അപ്പൻ്റെ പണികളൊക്കെ അവളെ ഏറ്റെടുത്തിട്ടുണ്ടോ. അങ്ങനെ ബെഡിന്റെ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി. ഒരു 9:30-10 മണീൻ്റെ ഉള്ളിൽ നമ്മൾ കടയൊക്കെ ക്ലോസ് ചെയ്ത് വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. നല്ല മഞ്ഞിട്ടുണ്ടോ പുറത്ത്. തണുത്ത് വിറച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ ഇന്നേ വരെ തിരുപ്പൂർ നിന്നിട്ടില്ല. അതായത് നവംബർ-ഡിസംബർ മാസത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈം ഇവിടെ വരുന്നത്. സോ എനിക്ക് തണുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. എന്തോ ഒരു ഭാഗ്യത്തിന് ജാൻവി വരുന്ന സമയത്ത് ഈ ഒരു സാധനം എടുത്ത് അവളെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് അത് വളരെയേറെ ഉപകാരപ്പെട്ടു. കുറച്ച് മുൻപോട്ട് എത്തിയപ്പോഴത്തേക്കും ജാൻവിക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. AC ഇട്ടാൽ പോലും പുതയ്ക്കാത്ത ആളാണ് അവൾ. നമ്മളെടുത്താണ് കേട്ടോ തണുക്കുന്നത് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടൻ ആളുടെ തോർത്തെടുത്ത് ഒന്ന് പുതച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തണുത്ത് കുറച്ച് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും റോസം ഇത് ഓടി വന്ന് അവളുടെ സ്നേഹപ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ജാൻവിക്കുട്ടി വരുന്നത് കണ്ട് അമ്മ ഉറങ്ങി പോലൊന്ന് ആക്ട് ചെയ്യാണ് കേട്ടോ. അപ്പയ്ക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ആളിന്ന് ഇവിടെ ഇല്ലായിരുന്നു. വൈകിട്ടായിട്ട് നമ്മളെ കാണാനിട്ട് അപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിലെത്തി വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷോപ്പിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനറി കട കണ്ട പിന്നെ ജാൻവിക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ ആൾ സെർച്ച് ചെയ്ത് വാങ്ങിയൊരു സാധനമാണ് കേട്ടോ ഇത്. ഇനി എന്തൊക്കെ കണ്ടാലും ലാസ്റ്റ് അവളെ ഇതിലേക്ക് എത്തുന്നുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ ഒരു തർക്കത്തിന് നിന്നില്ല, അത് തന്നെ വാങ്ങിച്ചു പോന്നു.
കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ അപ്പമ്മയും കൊച്ചുമകളും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് ഗൈസ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല, കാരണം നിലമൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നിരുന്ന ചെരുപ്പ് നേരെ കോഴിക്കോടേയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. നോൽമ്പായതുകൊണ്ട് തന്നെ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വിശപ്പില്ലായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങൊക്കെ ഇവിടെ പൊഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കഴിക്കാനുള്ള സ്പേസ് ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ടായിരുന്നേ. അങ്ങനെ മോയ്സ്ചറൈസറും ലോഷനും ഒക്കെ ഒന്ന് തേച്ചിട്ടു. ഇനി നമ്മൾ നേരെ കിടക്കാൻ വേണ്ടി പോവാണ്. നാളെ നേരത്തെ എണീക്കണം, ഷൂട്ടിന് പോകണം. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.